Change cosine series for f of x equal to x minus 1 the whole square in 0 less than or equal to x less than or equal to 1. അപ്പോൾ ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസ് അല്ലെങ്കിൽ ഫൊറിയർ കൊസൈൻ സീരീസ് ഈസ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു a0 ഡിവൈഡഡ് ബൈ 2 പ്ലസ് സിഗ്മ n ഈസ് ഈക്വൽ ടു 1 to infinity an cos n pi x by l. കൊസൈൻ സീരീസ് ആയതുകൊണ്ട് a0/2ഉം an cos n pi x by 2 മാത്രമേ ഡെഫിനിഷനിലുള്ളൂ. നൗ we have to find out a0 and an. Before that we should identify what is L. L അറിയാൻ വേണ്ടിയിട്ട് റേഞ്ച് നോക്കിയാൽ മതി. 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇക്വൽ ടു 1 അപ്പർ ലിമിറ്റ് ആയിരിക്കും L. ഓക്കെ, ഫൊറിയർ സീരീസിലെ പോലെ നമുക്ക് L ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണ്ട. ഇവിടെ നേരെ നമുക്ക് ഹാഫ് റേഞ്ച് സീരീസ് ആണെങ്കിൽ തന്നിരിക്കുന്ന ഇൻ്റർവെല്ലിലെ അപ്പർ ലിമിറ്റ് ആയിരിക്കും. അതായത് 0, 1 എന്നാണ് ലിമിറ്റ് റേഞ്ചെങ്കിൽ 1 ആണ് നമ്മുടെ ലെങ്ത് ഓഫ് ദ ഇൻ്റർവെൽ. നൗ a0യുടെ ഫോർമുലയിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഫൊറിയർ സീരീസ് ആണെങ്കിൽ 1/L ആണ്, ഹാഫ് റേഞ്ച് ആകുമ്പോൾ 2/L ആണ്. ഇൻ്റഗ്രൽ ലിമിറ്റ് നമ്മൾ 0 to L എന്നാണ് പുട്ട് ചെയ്യുന്നത്. എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് 2/1 integral 0 to 1 the given interval. f of x is x minus 1 the whole square dx. Now integrating 2 into x minus 1 the whole square and integral is x minus 1 the whole cube divided by 3 ആണ്. നമ്മുടെ x raised to n ഫോം ആണത്. ax plus b the whole raised to n. അപ്പോൾ raised to n plus 1 divided by n plus 1 ഫോം ആണ്. അപ്പോൾ x minus 1 the whole cube divided by 3 within the limit 0 to 1. ഇനി എക്സിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 ഔട്ട്സൈഡ് എടുക്കാം. എക്സിന് 1 അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് 1 minus 1 that is 0. എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് -1 the whole cube. So it's is equal to 2/3 into മൈനസ് വരും, അപ്പോൾ പ്ലസ് വരും. അപ്പോൾ 1 cube. ഓക്കെ, 1 cube is equal to 1. That is equal to 2/3. So the answer is a0 is equal to 2/3. Now we will find out an. An is equal to 2/L integral 0 to L f of x cos n pi x by L dx. Now substituting L we get 2/1 that is 2 integral 0 to 1 f of x is x minus 1 the whole square then cos n pi x by 1 dx divided by 1 എന്ന് വരുമ്പോൾ 1 തന്നെ പോകും. n pi x by 1 is cos n pi x. Now in order to integrate we will apply UV rule. UV rule നിങ്ങൾക്ക് അറിയാലോ. ഫസ്റ്റ് ഫംഗ്ഷൻ is taken as the polynomial. ഫസ്റ്റ് ഫംഗ്ഷൻ into integral of second function is cos n pi x. cos n pi xൻ്റെ ഇൻ്റഗ്രൽ sin n pi x divided by n pi എന്ന് വരും അല്ലേ. വിതിൻ ദ ലിമിറ്റ് 0 to 1. ഇനി മൈനസ് ഇടുക. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് 2 into x minus 1. You know that derivative of x minus 1 the whole square is 2 into x minus 1. Then 1/n pi is there. ഇവിടെ 1/n pi ഇനി sin n pi xൻ്റെ ഇൻ്റഗ്രൽ ദാറ്റ് ഈസ് മൈനസ് കോസ് n pi x divided by n pi. സെക്കൻഡ് ടേമും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇനി പ്ലസ് തേർഡ് വരുമ്പോൾ വീണ്ടും 2 into x minus 1ൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ 2 ആണ്. x minus 1ൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. സോ 2 into 1/n pi into n pi അതായത് n സ്ക്വയർ പൈ സ്ക്വയർ. വീണ്ടും അവിടെ ഒരു മൈനസും ഉണ്ട്. cos n pi xൻ്റെ ഇൻ്റഗ്രൽ ഈസ് sin n pi x divided by n pi within the limit 0 to 1. ഇപ്പോൾ നമുക്ക് all the 3 terms we have given by UV rule. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ നേരത്ത് ഇവിടെ ഫസ്റ്റ് അപ്പർ ലിമിറ്റ് നമുക്ക് 1 ആണ് അപ്പർ ലിമിറ്റ്. അപ്പോൾ 1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 minus 1. അപ്പോൾ അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0 എന്ന് കിട്ടും. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. 0 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 നമ്മളിവിടെ sin n പൈക്കകത്ത് 0 ഇട്ട് കൊടുക്കുമ്പോൾ sin 0 എന്ന് വരും. സോ ലോവർ ലിമിറ്റിലും നമുക്ക് 0 എന്നുള്ള ടേമാണ് വരിക. ഇനി അടുത്ത ടേം മൈനസ് സെക്കൻഡിൻ്റെ അല്ല
എക്സ് ഈക്വൽ ടു 1 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അപ്പർ ലിമിറ്റ് 0 എന്ന് വരും. ഇനി വീണ്ടും നമുക്ക് എക്സിന് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 0 മൈനസ് 1. അപ്പോൾ ഇവിടെ നമുക്ക് 2/2 n പൈ മൈനസ് 1 n പൈ അങ്ങനെ 3 ടേം കോൺസ്റ്റൻസ് ആയിട്ട് വരും. അപ്പോൾ നമുക്കത് ആദ്യം ഔട്ട് സൈഡ് എടുക്കാം. 2/n² പൈ സ്ക്വയർ മൈനസ് 2/n² പൈ സ്ക്വയർ ഉണ്ട്. ഇനി കോസ് n പൈ എക്സിൽ 0 കൊടുക്കുമ്പോൾ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ കോസ് 0 എന്ന് വരും. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ടേമിൻ്റെ ലിമിറ്റ് കൊടുത്തു. തേർഡ് ടേം വരുമ്പോൾ മൈനസ് 2/n² പൈ സ്ക്വയർ ഇൻറ്റു n പൈ. അപ്പോൾ n³ പൈ ക്യൂബ് എന്ന് വരും. ബട്ട് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് സൈൻ n പൈ വരും. സൈൻ n പൈ 0 ആണ്. ലോവർ ലിമിറ്റ് സൈൻ 0 വരും. അപ്പോൾ ആ ഹോൾ ടേം വിൽ ബിക്കം 0. ഇനി നമ്മൾ ഒന്നും കൂടെ സോൾവ് ചെയ്ത് എഴുതുവാണെങ്കിൽ 2 ഇൻറ്റു ദിസ് മൈനസ് ആൻഡ് മൈനസ് പ്ലസ് വരും. ഔട്ട് സൈഡ് ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ മൊത്തം നമുക്കൊരു മൈനസ് 2/n² പൈ സ്ക്വയർ എന്ന് വരും. കോസ് 0 1 ആണല്ലോ. സോ ദ ഫൈനൽ ആൻസർ ഈസ് മൈനസ് 4/n² പൈ സ്ക്വയർ. നമ്മുടെ ചെറിയൊരു കറക്ഷനും കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഈ x-1 എന്നുള്ള ടേമിലൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമായിരുന്നല്ലോ. അപ്പോൾ 0 - 1 വരുമ്പോൾ അവിടെ ഒരു -1 കൂടി ഉണ്ട് കേട്ടോ. -1 ഇൻറ്റു -2, അപ്പോൾ നമുക്ക് അവിടെ +2 ആണ് വരുന്നത്. അപ്പോൾ 4/n² പൈ സ്ക്വയർ എന്നായിരിക്കും ആൻസർ. കറക്ഷൻ ഒന്ന് നോക്കുക. ഒന്നുമില്ല, ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുത്തപ്പോൾ നമ്മൾ 1 മാത്രം കൊടുത്തു. അല്ല, ഇവിടെ 1 മാത്രം കൊടുത്തു. 1 - 1 ആണ് 0 വരിക. പിന്നെ അടുത്ത് നമ്മൾ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സിൽ കൊടുക്കണമായിരുന്നു. 0 - 1 വരും. അപ്പോൾ അവിടെ ഒരു മൈനസും കൂടെ എക്സ്ട്രാ വരും. അപ്പോൾ ഈ 3 മൈനസ് കൂടെ കൂടി ഔട്ട് സൈഡിലെ മൈനസ് കൂടെ കൂട്ടി പ്ലസ് ആവും. അപ്പോൾ നമുക്ക് 4/n² പൈ സ്ക്വയർ. അപ്പോൾ ആൻസർ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് 4/n² പൈ സ്ക്വയർ ആണ് നമ്മുടെ ആൻസർ കേട്ടോ. അപ്പോൾ a0 2/3 an 4/n². അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ ഫോറിയർ കൊസൈൻ സീരീസ് ഈസ് ഈക്വൽ ടു a0/2. a0/2 എന്ന് പറഞ്ഞാൽ 2/3/2 പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 to infinity an 4/n² പൈ സ്ക്വയർ ഇൻറ്റു കോസ് n പൈ x/1 അല്ലേ, പൈ x/l അല്ലേ. അപ്പോൾ ഫൈനൽ ആൻസർ ഈസ് 2 2 ക്യാൻസൽ ആയി പോകും. അപ്പോൾ വി ഗെറ്റ് 1/3 പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 to infinity 4/n² പൈ സ്ക്വയർ cos n pi x. So this is our final answer. Okay, thank you.